മൂലമറ്റം പവർ ഹൗസിനെ പറ്റി പറയാതെ ഇടുക്കി ഡാമിന്റെ കഥ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കേരളത്തിന്റെ KCBയുടെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുതി നിലയങ്ങളിൽ ഒന്നാണ് മൂലമറ്റം. തൊടുപുഴ താലൂക്കിലെ ആറക്കുളം ഗ്രാമപഞ്ചായത്തിലാണ് മൂലമറ്റം പവർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം എന്നീ 3 ഡാമുകൾ ചേർന്നതാണ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്. അതിൽ കുളമാവ് ഡാമിന്റെ ബേസ്മെന്റ് ഭാഗത്തു നിന്നാണ് മൂലമറ്റത്തേക്കുള്ള വെള്ളം പുറപ്പെടുന്നത്. വെള്ളം കൊണ്ടുപോകുന്നത് ഒരു പവർ ടണൽ വഴിയാണ്. പല ഭാഗത്തും വാൾവുകൾ ഉണ്ട് വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ. ആ നിയന്ത്രിക്കുന്ന ഒഴുക്കിന്റെ സമ്മർദ്ദത്തെയും വേഗതയെയും നിയന്ത്രിക്കാൻ ഒരു സർജ് ടാങ്ക് ഉണ്ട്. അങ്ങനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വെള്ളം സർജ് ടാങ്കിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പ് വഴിയാണ് പവർ സ്റ്റേഷനിലെ ജനറേറ്ററിന്റെ ടർബൈനുകളിൽ ചെന്ന് പതിക്കുന്നത്. പവർ ടണലിനേക്കാളും വായുവട്ടം കുറഞ്ഞ പൈപ്പുകളാണ് പെൻസ്റ്റോക്ക് പൈപ്പുകൾ. മലമുകളിലെ ഈ വെള്ളത്തെ മലയുടെ താഴ്വാരത്തുള്ള മൂലമറ്റം പവർ ഹൗസിലേക്ക് വായുവട്ടം കുറഞ്ഞ പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴി നിയന്ത്രിച്ചാണ് കൊണ്ടുവരിക. പൈപ്പിന്റെ വായുവട്ടം കുറയും തോറും വെള്ളത്തിന്റെ ശക്തി കൂടും. ഈ പൈപ്പിലൂടെ വരുന്ന വെള്ളം ടർബൈനുകളിലൂടെ വീണ് അത് കറങ്ങി ജനറേറ്റർ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടും. 6 ജനറേറ്ററാണ് മൂലമറ്റത്ത് പ്രവർത്തിക്കുന്നത്. ഓരോ ജനറേറ്റർ 130 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. മൊത്തം 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. സർജ് ടാങ്കിൽ നിന്നും 2 പെൻസ്റ്റോക്ക് പൈപ്പാണ് മൂലമറ്റത്തേക്ക് എത്തുന്നത്. 993 മീറ്ററും 995 മീറ്ററുമാണ് 2 പെൻസ്റ്റോക്കുകളുടെ നീളം. ഈ പദ്ധതിയുടെ സൂപ്രണ്ടായിരുന്ന EU ഫിലിപ്പോസ് എന്ന എഞ്ചിനീയറെ അഭിമാനത്തോടെ സ്മരിക്കുന്നു. ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്ടിൻ ചിത്രകാരന്റെ ഭാവനയുള്ള ചിത്രമാണ് കാണുന്നത്. ഹൈഡ്രോ പ്രൊജക്ടുകളുടെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ, ഡാം ഉണ്ടാക്കാനുള്ള ചെലവ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് വേണ്ട അസംസ്കൃത വസ്തു വെള്ളമാണ്. അത് കേരളത്തിൽ ധാരാളമായി പെയ്യുന്ന മഴയിലൂടെ നമുക്ക് ലഭിക്കും. നമ്മൾ കേരളീയർക്ക് അഭിമാന ചിഹ്നം തന്നെയാണ് ഇടുക്കി ഡാമും മൂലമറ്റം പവർ ഹൗസും.